ഹായ്, നമുക്കൊരു തക്കാളി കറി ട്രൈ ചെയ്തല്ലോ. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി, സവോള, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ എടുത്തത്. അപ്പൊ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തക്കാളി അതിനകത്ത് വേവിക്കാൻ വെച്ചു. അതിന്റെ കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കേട്ടോ. അപ്പൊ ആ തക്കാളി നല്ലപോലെ വെന്തൊന്നു അതിന്റെ തൊലിയൊക്കെ വിട്ടു വരുന്ന പരിവാവണേ. ആ നേരം കൊണ്ട് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. അരമുറി സവാളയാട്ടോ എടുത്തിരിക്കുന്നത്. അന്നേരത്തിന് നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിന്റെ തൊലി നമ്മൾ മാറ്റിയിട്ട് വേണം അരച്ചെടുക്കാനൊക്കെ ഉണ്ടേ. എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് ആക്കി എടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ വേണം നമ്മൾ കടുക് വറുക്കാൻ. കടുക് വറുത്ത് ഈ പേസ്റ്റ് ഒഴിച്ച് ആ അരപ്പിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്ത് ഒഴിച്ചു. അതിനുശേഷം നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കായപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ അരപ്പിനകത്തോട്ട് ചേർത്തു. അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ച സവാള അതിനകത്ത് ഇടണം കേട്ടോ. അതും കൂടി ഇട്ട് ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേനും ഈ കറി റെഡിയാവും. പിന്നെ നമുക്ക് പിന്നെന്താ കറിവേപ്പില, മല്ലിയില അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഞാൻ പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അതേ ചോറിന്റെ കൂടെ വിളമ്പിട്ടുണ്ട്. എന്താണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വീഡിയോ ലൈക്കും ചെയ്തൊന്ന് ഷെയറും ചെയ്ത്